എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ്. അമ്മയാണ് ഉച്ചയൂണ് ഉണ്ടാക്കുന്നത്. അമ്മയും അച്ഛനും നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത്. അഗസ്ത്യ ചീര, അകത്തക്കീര എന്നൊക്കെ പറയും ഈ ഒരു ചീരയ്ക്ക്. ഇവിടുന്ന് ഞങ്ങളിത് ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. ഇത് ഷാർജ അബൂഷാര മുരുകൻ ഷോപ്പിൽ കിട്ടാറുണ്ട്. ഈ ചീരയുടെ ഇളയ കായാണിത്. ഇതും കൂടെ ചേർത്ത് നമുക്ക് ഉപ്പേരിയിലിടാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഇത് ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണാം. ഇന്നത്തെ ഈ ഒരു ലഞ്ച് മെനുവിൽ 3 വിഭവങ്ങളാണ് ഉള്ളത്. കറിവേപ്പിൻ്റെ ഒക്കെ ആ ഒരു തണ്ട് പോലെയാണിത്. ആ തണ്ടിൽ നിന്നും ഓരോ ഇലയായിട്ട് എടുത്തു മാറ്റി തണ്ട് നമ്മൾ ഉപ്പേരിയിലൊന്നും ഇടില്ല. അതിന് ശേഷം ഇങ്ങനെ കുറേ ഇലകൾ ഒന്നിച്ച് വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അമ്മ ഇതേപോലെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് അരിഞ്ഞെടുക്കാറുള്ളത്. കട്ടിംഗ് ബോർഡിലൊന്നും വെക്കില്ല. എല്ലാം അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ ശേഷം അതിനകത്തേക്ക് 2 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ 1-1.5 പിടിയോളം തേങ്ങ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി കൈ കൊണ്ട് കുഴച്ച് വെക്കാം. അപ്പം തന്നെ ഉണ്ടാക്കണമെങ്കിൽ അപ്പം ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെച്ച ശേഷമാണ് എന്നിട്ട് ഉണ്ടാക്കാം. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് അതിന് ശേഷം അതിനകത്തേക്ക് ഉണക്കമുളകും, അതായത് ഓരോരുത്തരുടെ എരിവിന് ആവശ്യമുള്ളത് അത്രയും ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. തുറന്ന് കുറച്ച് നേരം അങ്ങനെ ചെറിയ തീയിൽ വെച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എല്ലാം കൂടെ ഇളക്കി കൊടുത്തു. എന്നിട്ട് പിന്നെയും കുറച്ചും കൂടെ നേരം വെച്ചു. അപ്പോഴേക്ക് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇതെല്ലാം വെന്ത് കിട്ടിയ ശേഷം അതിനകത്തേക്ക് 1 പിടിയോളം തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി അടുത്ത ഐറ്റം ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. കറമൂസ് വെച്ചിട്ടാണ് അടുത്ത ഐറ്റം ഉണ്ടാക്കുന്നത്. കറമൂസ് എന്ന് പറഞ്ഞാൽ പപ്പായ. ഓരോ സ്ഥലത്തും പപ്പായയ്ക്ക് ഓരോ പേരാണ് പറയുന്നത്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പപ്പായയ്ക്ക് പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ എടുത്തിരുന്ന ഓമക്കായ ഉള്ളൊന്ന് മധുരം വെച്ചിരുന്നു, അതായത് ചെറുതായിട്ടൊന്ന് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിനെ കൊണ്ടൊരു കറിയും വെച്ചു, പിന്നെ പച്ചടി പോലെയും വെച്ചു. അപ്പോൾ ആദ്യം ഇങ്ങനെ കറി വെച്ചത് എന്നുള്ളത് നോക്കാം. ഓമക്കായ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും ചെറുപയർ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുപയറിനകത്തേക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഓമക്കായയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. കൂടുതൽ മധുരമുള്ള ഭാഗമൊന്നും എടുത്തിട്ടില്ല, മധുരമില്ലാത്ത ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ബാക്കി മധുരമുള്ള ഭാഗമൊക്കെ അടുത്ത ഐറ്റത്തിനാണ് എടുത്തിട്ടുള്ളത്. കഷ്ണങ്ങളിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, കുറച്ച് ജീരകം, 2-3 ചെറിയുള്ളി, ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തു. മോര് കറിക്ക് അരയുന്നത് പോലെ ഒന്നും അരയേണ്ട, അല്ലാത്ത രീതിയിൽ അരച്ചെടുത്താൽ മതി. അപ്പോഴേക്കും ഇതാ നമുക്കിവിടെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. ഇവിടെ ഈ കുക്കറിൽ തന്നെയാണ് കഷ്ണങ്ങൾ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഷ്ണങ്ങൾ അതിൽ വെച്ച് നന്നായിട്ട് ഉടച്ചെടുത്തു. ബാക്കി കഷ്ണങ്ങൾ അങ്ങനെ തന്നെ വെക്കുകയും ചെയ്തു. പിന്നീട് അതിനകത്തേക്ക് അരച്ച് വെച്ചത് ചേർത്തു. അതിനുശേഷം ഒന്ന് തിളപ്പിച്ചെടുത്തു. ഉള്ളിയുടെ അതേപോലെ ജീരകത്തിൻ്റെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അത് ഓഫ് ചെയ്തു. ആദ്യം കുക്കറിൽ തന്നെ വെക്കാമെന്നായിരുന്നു വിചാരിച്ച്, പിന്നെ അത് വീണ്ടും മൺചട്ടിയിലേക്ക് മാറ്റി. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം അതിനകത്തേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ച 8-10 ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു. ചെറിയുള്ളി ഒരുവിധം നന്നായി ചുവന്ന് വന്ന ശേഷം അത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അടുത്തത് ഓമക്കായ വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കാം. ഇതിന് പച്ചടി എന്നാണോ കിച്ചടി എന്നാണോ പറയുക എന്നുള്ളത് എനിക്കറിയില്ല. മുമ്പ് ഇതേപോലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതിനെ പച്ചടി എന്നാണ് പറയുക. നിങ്ങൾ എന്താണ് പേര് പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓമക്കായ ചെറുതായിട്ട് ഇതേപോലെ നീളത്തിൽ മുറിച്ച് വയ്ക്കുക. എന്നിട്ടൊരു ചട്ടി ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന ഓമക്ക അതിനകത്തേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നെയ്യ് എണ്ണ ഒഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. പാകത്തിനുള്ള ഉപ്പും അതേപോലെ അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും 1 പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇവിടെ ഇപ്പോൾ 1 പച്ചമുളക് ഇപ്പം ചേർത്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒന്നും കൂടെ ചേർക്കുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് ഇവിടെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കുറച്ച് കഷ്ണങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. ഒരു 1.5 പിടിയോളം തേങ്ങയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. കഷ്ണങ്ങൾ ഒരു 1/4 വേവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്.
എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് ഇട്ടിട്ട് അതൊന്ന് ചതച്ചെടുക്കണം. കടുക് ഇട്ടിട്ട് അരയ്ക്കരുത്, കൂടുതലായിട്ട് ഒരിക്കലും അരയ്ക്കരുത്, ഭയങ്കര കയ്പ്പ് വരും. അപ്പോൾ കടുകൊന്ന് ഇട്ടിട്ട് അതൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോഴേക്കും ഓമക്കായൊക്കെ നന്നായിട്ട് വെന്ത് ആ ശർക്കരയും കൂടെ ഇട്ട് അതൊക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ തേങ്ങയിൽ കടുക് ചതച്ചെടുക്കുന്നതിനാണ് ഞങ്ങൾ പച്ചടി എന്ന് പറയുക. ഇത് ഞങ്ങൾക്ക് മധുര പച്ചടിയാണ്. നമ്മൾ തേങ്ങ ഒഴിച്ച ശേഷം ഒന്ന് തിളപ്പിക്കുക, അതിൻ്റെ ഒരു പച്ചച്ചോയൊക്കെ ഒന്ന് മാറണമല്ലോ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നീട് അതിൻ്റെ പുളിപ്പിന് ആവശ്യമായ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ തൈര് ഉടയ്ക്കാണ്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. ഇതൊക്കെ ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത് കുക്കിങ്ങിൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാത്തവർക്കൊക്കെ എല്ലാവർക്കും ഇതറിയുന്നതായിരിക്കും. തൈര് ഒഴിച്ച ശേഷം നമ്മൾ തിളപ്പിക്കുന്നില്ല, ഒന്ന് നന്നായിട്ട് ചൂടാക്കുക, അത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അത് ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. പിന്നെ ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഈ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്വാദിഷ്ടമായ കർമൂസ് പച്ചടി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് മധുരമുള്ള കറി ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ലഞ്ചിനുണ്ടാക്കിയ 3 ഐറ്റങ്ങളും കുക്കിങ്ങിൽ തുടക്കക്കാരായിട്ടുള്ളവർക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് ഈ 3 എണ്ണവും. ഓമക്കായ വെച്ചുണ്ടാക്കിയ ആ കറിക്ക് ഒട്ടും തന്നെ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പച്ചടിയാണെങ്കിൽ മധുരം ഉണ്ടായിരുന്നു. ആ ഓമക്കായുടെ ആ പഴുത്ത ഭാഗങ്ങളുമായിരുന്നു. അതുപോരാണ്ട് കുറച്ച് ശർക്കരയും ചേർത്തിട്ടുണ്ട്. ശർക്കരയുടെ ആ ഒരു മധുരമല്ല ഉണ്ടായിരുന്നത്, ഓമക്കായുടെ മധുരം തന്നെ ആയിരുന്നു. രസം, സാമ്പാർ, അതേപോലെ മധുരമുള്ള ഈ ഒരു പച്ചടി, ഇങ്ങനെയുള്ള സാധനങ്ങളിലൊന്നും കുറച്ച് നമ്മൾ ശർക്കരയൊന്നും ചേർത്ത് കഴിഞ്ഞാൽ മധുരം മുന്നിലായിട്ട് നിൽക്കുകയൊന്നുമില്ല. എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യും അങ്ങനെ ശർക്കര ഇട്ടാൽ. കൂടുതലായിട്ട് ഇടാനും പാടില്ല. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.